സംസ്ഥാനത്ത് പകൽ സമയത്തെ താപനിലയിൽ ഗണ്യമായ വർധന രേഖപ്പെടുത്തുന്നതായി കാലാവസ്ഥാ വകുപ്പ്. സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നിട്ടുണ്ട്. ഇടുക്കിയിൽ അതീവ ജാഗ്രതാ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ടാണ് പുറപ്പെടുവിച്ചത്. ഒരു രക്ഷയുമില്ല, ചൂട് കൂടും, സൂക്ഷിക്കണം. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 2026 എൽ നിനോ തിരിച്ചെത്തുമെന്നും വർഷത്തിന്റെ രണ്ടാം പകുതിയിലാകുമ്പോഴേക്കും അത് ശക്തിപ്പെടുകയും ചെയ്യും. ഏകദേശം 2026-27 സീസൺ വരെ അത് നീണ്ടു നിൽക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യൂറോപ്യൻ കാലാവസ്ഥാ വിശകലന പ്ലാറ്റ്ഫോമായ സിവിയർ വെതർ യൂറോപ്പ് പറയുന്നതനുസരിച്ച് കൂടുതൽ ചൂട് കൂടാനാണ് സാധ്യത. അതായത് ഈയൊരവസ്ഥ അടുത്ത വർഷം വരെ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കൂടാതെ ഇടയ്ക്കിടെയുള്ള തീവ്രമായ ഉഷ്ണതരംഗങ്ങൾ, വരൾച്ച, കാട്ടുതീ, തീവ്രമായ പ്രാദേശിക താപനത്തിന്റെ മറ്റ് അനുബന്ധ ആഘാതങ്ങൾ എന്നിവയുടെ അപകട സാധ്യതയും വർദ്ധിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. എന്തായാലും നിലവിലെ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. കേരളത്തിൽ ചൂടേറുകയാണ്. ഇത് സംബന്ധിച്ച് പാലക്കാട് ജില്ലയിലെ താപനിലയുടെ കണക്ക് ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 20 ശേഷമായിരുന്നു പകൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് എത്തിയത്. എന്നാൽ ഇത്തവണ ഫെബ്രുവരി ആദ്യ വാരത്തിൽ തന്നെ 37 ഡിഗ്രി സെൽഷ്യസ് പകൽ താപനില എത്തിയിരിക്കുകയാണ്. ചൂട് കൂടിയതോടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യാഘാതത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നാണ് പറയുന്നത്. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. മാത്രമല്ല, ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ ഇടുക്കിയിൽ അതീവ ജാഗ്രതാ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. UV ഇൻഡെക്സ് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയത് ഇടുക്കിയിലാണ്. മൂന്നാറിൽ 8 UV ഇൻഡെക്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3 ജില്ലകളിലാണ് കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, വയനാട് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. ഈ ജില്ലകളിൽ UV ഇൻഡെക്സ് 6 ആണ്. ചൂട് കൂടുന്നതനുസരിച്ച് UV സൂചികയും വർദ്ധിക്കും. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് നല്ലതല്ല. മിക്ക ജില്ലകളിലും വരണ്ട കാലാവസ്ഥ തുടരുകയാണ്. എന്നാൽ ചില ഭാഗങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. തൃശൂർ, പാലക്കാട്, എറണാകുളം ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് കടക്കാനും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് പൊതുവെ വരണ്ട കാലാവസ്ഥയായിരിക്കും. എന്നിരുന്നാലും ഉച്ചയ്ക്ക് ശേഷമുള്ള മഴ ആശ്വാസമാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. മാത്രമല്ല, കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. എന്തായാലും ചൂട് കൂടുന്നതനുസരിച്ച് തന്നെ പകൽ സമയത്തെ താപനിലയിൽ ഗണ്യമായ വർധനവാണ് ഓരോ ദിവസവും രേഖപ്പെടുത്തുന്നത്. ആശങ്കയോടെ തന്നെയാണ് കർഷകരും ഇതിനെ നോക്കിക്കാണുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.